ഇത് ശരിക്കും നമ്മുടെ റോഡ് എന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ സിക്സ് ആഗ് പോലെ കയറി പോകുന്നത് അതൊരു മലയുടെ വ്യൂ ആണ്. പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല അതെന്തോ സ്കൈയിലോട്ട് ഇങ്ങനെ കയറി പോകുന്ന എന്തോ ഒരു സാധനം. തിരിച്ചൊന്നും ചെയ്യൂല എന്ന് ഉറപ്പുള്ളവരല്ലേ? ഞാൻ തിരിച്ചു വല്ലതും ചെയ്യുമെങ്കിൽ. ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് അലൈനിലാണ്. അപ്പം അലൈനിലെ ഒരു ദിവസം എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ ഒരു ദിവസം, ഒരു ഡെയിലി ലൈഫ് പോലെ. അപ്പം ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും കിളിയുടെ സൗണ്ട്. സൽമാൻ ഖാൻ എഴുന്നേറ്റ് വന്ന് ഇപ്പം മണി 2 രാവിലത്തെ അപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി 5 മണിയാകുമ്പോൾ ഉച്ചയ്ക്കുള്ള ചോറ്, പിന്നെ രാത്രി 1 മണിയാകുമ്പം രാത്രിയുള്ള ഫുഡ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വെളിയിൽ വന്നിരിക്കുക. നല്ല വെയിലുണ്ട്. ഈ ചെറുപ്പത്തിൻ്റെ കയറോ എഴുന്നേറ്റ് പോവോ? നല്ല വെയിലുണ്ടെങ്കിൽ പക്ഷെ നാട്ടിൽ അത്ര ചൂടില്ല. നാട്ടിൽ സോ ഹോട്ട്. പക്ഷെ ഇവിടെ നല്ല കാറ്റുണ്ട് കണ്ട. അതായത് നമ്മൾ ഈ കടൽക്കരയിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഒരു കാറ്റുണ്ടല്ലോ, അതുപോലത്തെ കാറ്റാണ്. അതായത് കോഫിയൊക്കെ കുടിച്ച് ഒരു കോഫി ഉണ്ടാക്കുന്ന കോപ്പിറൈറ്റ് വരുവേ, അത് ഡിലീറ്റ് ചെയ്യണേ. ഞാൻ പാടിയത് അയ്യോ, കോപ്പിറൈറ്റ് അല്ല വരുന്നത്. ഇതിൻ്റെ ആ പാടിയവരാരെങ്കിലും അറിയണമെങ്കിൽ ഇങ്ങ് വന്ന് അടിച്ചിട്ട് പോകും. 4 പേരെ തട്ടിരിക്കാൻ അപ്പുറത്ത് കുറച്ച് പേരുണ്ട്. വേണ്ട, എൻ്റെ തമാശ കേട്ട് ഞാൻ തന്നെ ചിരിച്ചോളാം. അതിന് ഭ്രാന്തെന്ന് പറയും. കുഴപ്പമില്ല, നല്ല തമാശ. ഇന്ന് എവിടെയെങ്കിലും പോകണം. ഇവിടെ അടുത്തൊരു മലയുണ്ട് അലൈനിൽ. മലയുടെ പേര് ജബൽ ഹഫീദ്. 1259 അടി പൊക്കത്തിലാണ് അത് ഇരിക്കുന്നത്. എത്ര എയർപിൻ കയറി നമ്മളെ പൊന്മുടി പോലെയാണെന്ന് തോന്നുന്നു അല്ലേ? നല്ല രസം. ഓരോ വ്യൂവും ഓരോ വളവ് കയറും തോറും വളവ് അങ്ങനെ എന്തോ പാട്ട്. എന്റെ പൊന്നുമ്പോ ശല്യം ചെയ്യാത്തി പോത്തിരി പാട്ട് കേൾക്കുന്നതാ? പാട്ടല്ല, പിന്നെ ഡാൻസാ. എനിക്ക് പിന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗെയിം ഒന്ന് കളിച്ചോട്ട്. നീ ഗെയിം കളിച്ചാ പിന്നെ എനിക്കാര്? അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഇതുപോലെ അപ്പുറത്തെ മാമയുണ്ട്. മാമാന്ന് വരണ്ട, നല്ല വെയില്. നല്ല രസമാണ് അല്ലേ ഇങ്ങനെ മക്കളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തള്ളമാരാരെങ്കിലും ഉണ്ടോ എന്നെ പോലെ? നല്ല രസമാണ് അല്ലേ? തിരിച്ചൊന്നും ചെയ്യൂല എന്ന് ഉറപ്പുള്ളവരല്ലേ? ഞാൻ തിരിച്ചു വല്ലതും ചെയ്യുമെങ്കില്ല. തിരിച്ചു വല്ലതും ചെയ്യാൻ അടിക്കും. ഞാൻ എടുത്തിട്ട് ഞാൻ കടിക്കും. താടി വന്നു ഷേവ് ചെയ്ത്, എപ്പോഴും ഷേവ് ചെയ്ത് 4 തവണ ഷേവ് ചെയ്ത് ഇവിടെ വരെ വന്നു. കിളികളുടെ ആ കളകളമായ ശബ്ദവും അതിൻ്റെ ഇടയിൽ ഈ സൗണ്ടും കിളികളുടെ കളകളമായ സൗണ്ടും, കളങ്കപ്പെട്ട സൗണ്ട്. ഞാൻ പുതിയൊരു ശീലം തുടങ്ങി. അത് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ യൂട്യൂബ് അവസാനം സ്ട്രൈക്ക് അടിച്ച് ഓട്ടി. സീരിയസ് ആയിട്ട് ഞാൻ പുതിയൊരു ശീലം തുടങ്ങി. പിന്നെ പറഞ്ഞു നല്ല രസമാണ്. സീരിയസ് ആയിട്ടൊരു പുതിയ ശീലം തുടങ്ങി പിന്നെ പറഞ്ഞു തരാന്നാ. പിന്നെ എന്തിനാ അത് പറഞ്ഞത് ഇതിൽ? അല്ല, പിന്നെ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിടാം. നിങ്ങൾക്ക് നല്ലതാണത്. എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യണം. സെൽഫ് ലവ് എന്ന് പറയും. എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം പുതിയതായിട്ട് ആൾക്കാരിങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. പുതിയതായിട്ടല്ല, ഇപ്പോഴല്ലേ ഇങ്ങനെ സെൽഫ് ലവിനെ പറ്റിയൊക്കെ പഠിക്കണം. അപ്പം ഇങ്ങനെ ആദ്യം ഞാൻ വിചാരിച്ച സെൽഫ് ലവ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുങ്ങി നടക്കുന്നതായിരിക്കും സെൽഫ് ലവ് എന്ന്. അതൊന്നുമല്ല. സെൽഫ് ലവിനെ പറ്റി നമ്മൾ ആഴത്തിലോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ലിപ്സ്റ്റിക്ക് സെൽഫ് ലവ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തോ നാളെ തൊട്ട് സെൽഫ് ലവ്, നാളെ തൊട്ട് മുടിയെ കെട്ടി ഒരുങ്ങി ലിപ്സ്റ്റിക്ക് ഇട്ട് കരിയൊക്കെ ഇട്ട് അതാണ് സെൽഫ് ലവ്. അതല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതൊരു ഒരു 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 ഏതാണ്? അതൊരു ഇതാണ്. അതെന്ന് പറഞ്ഞാൽ അത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ചുമ്മാ ഇതിനകത്തിട്ടത് പറയണ്ട. എനിക്ക് ആഗ്രഹമുണ്ട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന്.
കാരണം 10 പേരെങ്കിൽ 10 പേര് ആ വീഡിയോ കാണുന്നവർ ഒന്ന് കൊള്ളാം ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഒരു മനുഷ്യനും നമ്മുടെ കൂടെ കാണത്തില്ല, നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. ഒരു മനുഷ്യനും നമ്മുടെ കൂടെ കാണത്തില്ല. നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും ലാസ്റ്റ് തേക്കാൻ ചാൻസ് ഉണ്ട്, കൂടെ നിന്ന് തേക്കാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിച്ചോ, സീരിയസ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ കാണുന്നവർക്ക് കാണാം. ഇത് നോക്ക്, കൊള്ളാം. വെയിറ്റ് വേണം. മലയിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മലയിൽ പോവും, പോയിരിക്കും. പോവെന്ന് പറഞ്ഞാൽ പോവും, അത്രേ ഉള്ളു. 4 ദിവസമായി പോവെന്ന് പറഞ്ഞാൽ പോവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പൊപ്പണിച്ച് പോയാണ്, ഞാൻ ഗെയിം കളിക്കട്ട് മാറിപ്പോയാണ്. നിങ്ങളെ മക്കൾ ഇതുപോലെ തള്ളി ഓട്ടിച്ച് ഞാൻ പോണം. ഹലോ, ഭയങ്കര ഈച്ചയാണ്. ഈച്ചപ്പിടിയാ പോയി, ഈച്ചപ്പിടി വേണ്ട. വൈറ്റമിൻ്റെ കുറവുകൊണ്ട് എനിക്ക് കവിളിലൊരു വെള്ളം വന്നു. വൈറ്റമിൻ്റെ കുറവാണത്. എല്ലാം കഴിക്കുന്നുണ്ടല്ലോ. വെജിറ്റബിൾസ് ഒന്നും കഴിക്കുന്നില്ലല്ലോ. ഞാനൊന്നും കഴിക്കുന്നതൊന്നുമില്ല, എല്ലാം നീല് നിന്ന് തീർക്കുന്നു. ഇന്നത്തെ എന്നെ കണ്ട നല്ല കാറ്റ് കേട്ടോ. അങ്ങനെ മലയിൽ പോകാം എന്നുള്ള നമ്മുടെ ആഗ്രഹം നടന്നില്ല. കാരണം നടന്നില്ല, അത്ര തന്നെ. വണ്ടിയില്ലായിരുന്നു, വണ്ടിക്ക് ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടി പോയി. സോ മിസ്റ്റർ സൽമാൻ ഖാൻ ഇവിടെ റെഡിയായി നിൽപ്പുണ്ട്. ചുമ്മാ വെറുതെ പുറത്തോട്ട് പോവാം, അല്ലാതെ ഒന്നും ചെയ്യാനില്ല. ഇതൊത്തിരി ക്രിഞ്ചായിട്ടുണ്ടല്ലേ, ഒന്നെടുത്ത് മാറ്റും. അപ്പൊ ഞാൻ ഇത് വെച്ചിരിക്കും, ഈ വീട്ടിൽ വരണ വരെ ഞാൻ വെച്ചിരിക്കും. എന്തൊക്കെ കോലങ്ങളാണോ ഡേ. ഉമ്മയുടെ പ്രായമുള്ള ആളുകൾ ചുരിദാർ ഇട്ട് കിടക്കണം. ഉമ്മ നല്ല സുന്ദരിയായിട്ട് സിൻഡ്രലേനെ പോലെ. ഉമ്മയുടെ പ്രായമുള്ള ആളുകളൊക്കെ ചുരിദാർ ഇട്ട് കിടക്കണം. ബാക്ക്ഗ്രൗണ്ട് വഹക്കി ഉള്ളൂല, അതുകൊണ്ട് ഇങ്ങനത്തെ മോന്ത ഇടണ്ട. ബാത്റൂമിൻ്റെ അകത്ത് കയറിയില്ലേ ഉമ്മയുടെ. പറയട്ടെ, കൊള്ളാം. ഉമ്മയുടെ പ്രായമുള്ള പെണ്ണുങ്ങൾ ചുരിദാറും ഇട്ട് നിൽക്കുന്നു. ഇവിടെ സിൻഡ്രലേനെ കണക്കത്തെ ഉടുപ്പൊക്കെ ഇട്ട്. എനിക്ക് വയ്യ. സൂഖിച്ചല്ലേ എൻ്റെ വായിൽ നിന്ന് ഇനി അത് കേൾക്കൂലെങ്കിലാ. വരും. കുഴപ്പമില്ല. പൂട്ട്. ആ വെള്ളം ഒരു കുപ്പിയിൽ വെള്ളം. Let me. In between your morning.
ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഈ കാണിക്കുന്ന സംഭവം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന പ്രാർത്ഥനയോട് കൂടി അത് എൻ്റെത്. വേറെ വെട്ടിയിട്ട് അനുകരിക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഈ കാണിക്കുന്ന സാധനം അനുകരിക്കരുത് എന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം. പിസ്സ ഹട്ടിൻ്റെ ഒന്നും കൊള്ളാം അല്ലേ? അതുകൊണ്ടായിരിക്കും ഇത്ര റേറ്റ് ഉള്ള അല്ലേ? നല്ല ടേസ്റ്റ്. അത് ഞാൻ ചരിച്ചും തിരിച്ചും എടുത്തെടുത്തു. ഹലോ, ഇന്നലെ മലയിൽ പോകാൻ പറ്റിയില്ല. കുറേ നാളോടെ മലയിൽ പോണ വീഡിയോ ആണ്. ഇവനെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മലയിൽ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് മിക്കവാറും ഇന്ന് പോകും മലയിൽ. ഇന്ന് മലയിൽ പോകുമ്പം വീഡിയോ എടുത്ത് കാണിച്ചു തരാമേ. നല്ല രസമാണ് കാണാൻ. ഇതെന്തിനാണ് എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ മുടി പിടിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നല്ല മുടി. ഇവൻ്റെ മുടി നല്ല കട്ടി മുടിയാണ്. ഇവൻ കുറേ ഹെയർ കെയർ ഒക്കെ ചെയ്യും. വെറുതെ അല്ല ഇങ്ങനെ ഇരിക്കുന്നത്. ഇവൻ ഭയങ്കര ഷാമ്പൂ ഒന്നും അല്ല. ഇവൻ മറ്റേ പറയട്ട് ഹെയർ മാസ്ക് ഇട്ട് ഇവന്റെ തലയിൽ ഇതൊക്കെ പോയി, ഡാൻഡ്രഫ് ഒക്കെ പോയി. ഡാൻഡ്രഫ് പോയി നല്ല കട്ടിയായി മുടി. ഞാൻ എൻ്റെ മുടി ബോട്ടോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടോക്സ് ചെയ്ത മുടിയിൽ ഇതൊന്നും ചെയ്തുകൂടെന്ന് പറയും. ഞാൻ എല്ലാം തേക്കും, എണ്ണ തേക്കും. എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷത്തോളം. എന്നിട്ട് എൻ്റെ മുടിക്ക് ഒരു കുഴപ്പവും വന്നില്ല. ഇടയ്ക്ക് ചുരുണ്ട്, ഇടയിലോട്ടൊക്കെ ചുരുണ്ടല്ല, എൻ്റെ ആ ഒരു പഴയ മുടിയുടെ സ്ട്രക്ചർ വന്നു. പക്ഷെ ഇവൻ്റെ മുടി നല്ല. ഇവൻ ഇതൊക്കെ തേക്കും. എന്തോന്നൊക്കെ വരെ തേക്കുന്നതാണോ? മറ്റേ താളി ഉണ്ടല്ലോ, നാട്ടിലായിരുന്നപ്പോഴത്തേക്കും താളിയൊക്കെ അവര് തേക്കും. പിന്നെ ഇടയ്ക്ക് മഞ്ഞളിടും. ഇവൻ ഭയങ്കര സൗന്ദര്യ സംരക്ഷണം. ജന്മനാ കാരണവന്മാരായിട്ട് തന്നിട്ടുള്ള കോലവും വൃത്തിയും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അത് ശരിയാണെടാ. ഞാൻ കാരണവന്മാരെന്ന് പറയുമ്പോൾ ഞാനാണല്ലോ. വേറെ വൃത്തിയും കോലമുള്ള മുണ്ടക്കൽ ശേഖരൻ. അപ്പം നമ്മള് മലയിൽ പോകുമ്പോ കാണാം. ഇനി മിക്കവാറും വീഡിയോ കാണുന്നവർ എന്നെ പെപ്സി എടുത്ത് വെച്ച് എറിയും. ഈ ലാപ്ടോപ്പ് നമുക്ക് വിൻഡോ. ഇവൻ ബിസിനസ് ഒക്കെ തുടങ്ങി. ശിവന് ഭയങ്കര മറ്റേ ഇതാണ് ബുദ്ധി, സസ്പെൻസ് ആണ്. അതൊക്കെ പൈസ എനിക്കത് പൈസ കിട്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും അത് എങ്ങനെയാണെന്ന്. സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഇവൻ ഒരു വർഷമൊക്കെ 1 കോടിയൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട് ഞാൻ ചെയ്യുന്ന സംഭവം. എന്തോന്നൊക്കെ പറയുന്ന കേട്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു. നല്ലതാണ്. ബിസിനസ്സിലോട്ടൊക്കെ പിള്ളേരൊക്കെ വരുന്ന നല്ല ഡ്രോപ്പ് ഷിപ്പിംഗ്. അതെ, നമ്മളെ പ്രായമുള്ള പിള്ളേരൊക്കെ മുടിയൊക്കെ കോതി ഉടുപ്പൊക്കെ ഇട്ട് കിടക്കുന്ന നമ്മളിവിടെ ബിസിനസ്. ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യരെ ഹെൽപ്പ് ചെയ്യാൻ കാണത്തില്ല, സ്വന്തം കാര്യം സ്വന്തമായിട്ട് നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ പറയാൻ കാര്യം എൻ്റെ ബാക്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതവനറിയാം. എല്ലാം നല്ലതാണ് സ്വന്തമായിട്ടൊക്കെ ചെയ്യുന്നത്. സ്വന്തമായിട്ടൊരു 500 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ ആയാലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിന് അതിനൊരു പ്രത്യേക വിലയാണ്. മറ്റുള്ളവരെ മുമ്പിൽ കൈ നീട്ടാതെ. ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ ചെയ്യുമായിരിക്കും, വേണമെങ്കിൽ ചെയ്യട്ടെ. അങ്ങനെ അപ്പം എഗെയിൻ മലയിൽ പോകുമ്പോൾ കാണാം. ഇതാണ് നമ്മൾ ആ മലയിലോട്ട് പോകുന്ന വഴിയെ. നിങ്ങൾ ആ റോഡിൻ്റെ മുകളിൽ കണ്ട ഒരു സിക്സാഗ് ലൈറ്റ് പോലെ കാണുന്ന, അത് ശരിക്കും ലൈറ്റല്ല, മലയാണ്. മലയുടെ വ്യൂ ആണ് ആ കാണുന്നത്. കണ്ട ആ ഒരു മലയുടെ വ്യൂ ആണത്. ഭയങ്കര രസമാണ്. ഈ ഫോണിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ സിക്സാഗ് പോലെ കാണുന്നില്ലേ, അത് ഫുള്ള് ലൈറ്റാണ്. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ആകാശത്തോട്ട് എന്തോ ഇങ്ങനെ കയറിപ്പോയി ഇരിക്കുന്ന പോലെ തോന്നും. അത്രയ്ക്ക് ഭംഗിയാണ് അത് കാണാനായിട്ട്. അടുത്ത വ്യൂവിനേക്കാളിലും
എനിക്ക് തോന്നുന്നു ദൂരെ നിന്ന് കാണുന്ന ആ വ്യൂ ആണ് ഭയങ്കര ഭംഗി. നോക്ക് കണ്ട ആ മുകളിലോട്ട് ഇങ്ങനെ പാമ്പ് പോലെ കയറി പോയേക്കുന്നത്. അയ്യോ എന്ത് രസമെന്ന് അറിയാതെ കാണാൻ വേണ്ടി നേരിട്ട്. ഈ ഫോണിൽ ശരിക്കും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ക്യാമറയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതിൻ്റെ ആ ഒരു ഇതിൽ കിട്ടും. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഫോണിലായതുകൊണ്ട് ഇത്രയും കിട്ടത്തില്ല. ആ മുകളിലോട്ട് ശരിക്കും നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ആകാശത്തോട്ട് എന്തോ ഇങ്ങനെ കയറിപ്പോയി അങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും. ഇതിലൊരു എൻഡ് എന്ന് പറയുന്നത് സ്കൈയിലോട്ടാണ് പോയേക്കുന്നത്. കാരണം രാത്രി അതിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ആ ലൈറ്റ് ഇങ്ങനെ തീ പോലത്തെ ഒരു ലൈറ്റുമാണ്, ഒരു വല്ലാത്ത കളർ ലൈറ്റും. ഭയങ്കര രസമാണ് അത് കാണാൻ. നേരിട്ട് കാണണം, അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അലൈൻ സിറ്റിയുടെ താഴേക്കുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് നേരിട്ട് തന്നെ കാണണം. എന്നാലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് വ്യൂ എന്നുവെച്ചാൽ ആ കറക്റ്റ് ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാം കിട്ടുന്നുണ്ടോ? മലയെ പറ്റിയൊക്കെ ഫുള്ള് എഴുതി വെച്ചേക്കുന്നതാണ്. ഇത് അറബിലും ഇത് കയറാനുണ്ട്. നമ്മൾ താഴെ എത്തിയതേ ഉള്ളൂ. വാ. ഇതാണ് ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് അലൈനിൻ്റെ ഫുൾ വ്യൂ ആണ്. അലൈൻ സിറ്റിയുടെ ഫുൾ വ്യൂ ഒരു സൈഡിൽ, പിന്നെ വേറൊരു സൈഡ് രണ്ട് പാർട്ടായിട്ടാണ്, ഇപ്പുറ സൈഡും അപ്പുറ സൈഡും. ഭയങ്കര രസമാണ്. ഒരു സൈഡിൽ ഫുള്ള് കുറച്ച് റോക്ക് മലയൊക്കെ, അതായത് മീൻസ് പാറകളുള്ളത് കൊണ്ട് അധികം കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പുറ സൈഡ് ഫുള്ള് കാണാം. എനിക്കിതിൻ്റെ മുകളിലത്തെ ഈ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ വർക്കല ക്ലിഫില്ലേ, ക്ലിഫിൻ്റെ ആ ഭാഗമാണ് ഓർമ്മ വരുന്നത്. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടേക്കുന്ന
അതുമായിട്ട് ഏകദേശം ഒരു സാമ്യമുണ്ട്, സെയിം പോലെയാണ് തോന്നുന്നത്. ഇവിടെയാണ് കാറ് പാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ വന്നത് ഇച്ചിരി ലേറ്റാണ്, ഒരു 10-11 മണിയാവും തോന്നുന്നു ഈ സമയത്ത്. അപ്പോൾ എല്ലാവരും വന്നവരൊക്കെ തിരിച്ച് പോയി. അല്ലെങ്കിൽ അവിടെ കാറൊക്കെ ഇട്ടേക്ക് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം നമ്മുടെ കാറ് മാത്രമേ ഉള്ളൂ. ഹലോ, സോ ദിസ് ഈസ് ജബൽ ഹഫീദ്. ഇച്ചിരി ഉറക്കെ പറ. ജബൽ ഹഫീദിന്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യൂ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുണ്ടല്ലേ. ആ സൈഡ് ഫുള്ളും അലൈൻ സിറ്റിയും അവിടെയൊക്കെ. പക്ഷേ ഈ സൈഡ് കാണുമ്പോഴത്തേക്കും വരുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ള് മലയാണ്. ഭയങ്കര ഇരുട്ടും മലയും പിന്നെ ഒരു വാഴയും. ഒരു കിഴങ്ങ് വീഡിയോ എടുക്കണുണ്ട്. കണ്ട, ഫുള്ള് മലയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഭയം തോന്നുന്ന ഇരുട്ടും മലയും. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിവിടെയൊക്കെ ഒന്ന് ആസ്വദിച്ച് കാണാം. വന്നിട്ട് ഇത്രയോ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഫോട്ടോ എടുത്ത് എൻ്റെ ജീവിതം അപ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ അലൈൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. പക്ഷേ ക്ലാരിറ്റി, കുറച്ചുകൂടെ ക്ലാരിറ്റിയുള്ള ഫോണായിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു കാണാൻ. ഇങ്ങനെ ഒറ്റ വ്യൂവിൽ ഭയങ്കര രസമാണ് അത് കാണാൻ. എവിടാ? കണ്ണിനകത്ത് നോക്കിയാണ്. നോക്കടാ, മുത്തിയപ്പോ മൂക്ക് കയറി കണ്ണിക്കൊണ്ട്. നോക്ക്, വീഡിയോ എടുക്കാം. ചാവാൻ കിടന്നാലും വീഡിയോ എടുക്കും. വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ. അത് ഞാൻ ഇങ്ങനെ ഈ കമ്പി കയറി ഇങ്ങനെ നിൽക്കുക. അപ്പൊ നീ ഇങ്ങനെ വീഡിയോ എടുക്കും. ഒരൊറ്റ തള്ള അങ്ങ് വരും. ഇതിപ്പോ തള്ള ഞാൻ തള്ള ആരാണ്? അവിടെ പോയി എടുത്ത് കട്ട് പിണങ്ങിയ ഉണ്ടോ? അപ്പൊ പിന്നെ ഞാൻ എടുക്കൂല. സമയം പോവും. പിന്നെ സമയം എന്തോ കോഴി പാല എന്തേര് ഞാൻ നോക്കിയാ നമ്മുടെ അമ്മ ഔട്ട്ഫിറ്റ് കാണിച്ചാണമ്മ. കാണിച്ചാണ് നല്ലോണം കാണിച്ചാണ്. സൂപ്പർ. നിന്നെ ആ കമ്പിയെ പൊളന്നങ്ങ് വീഴും. അടങ്ങനെ
നമ്മൾ അതൊക്കെ കണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് പോകണം. താഴെ പോയി എല്ലാം കഴിക്കണം, വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. അതാണ് ഇന്നത്തെ പരിപാടി. ലുലുമോളിൽ പോകണം. ആ കുറച്ച് സാധനം വാങ്ങിക്കണം. വാ. പക്ഷെ എന്തായാലും എൻ്റെ ആ ഒരു സൗന്ദര്യം നിനക്ക് കിട്ടിയിട്ടില്ല. മാടകണക്കാരനെ അപ്പൊ തക്കാളി വഴി കുത്തിയിരിക്കാൻ വേണ്ടിയിട്ട് പോടാ. ഇത് പുതിയ ഫോട്ടോ ആണ്. എടാ വീഡിയോ വേണമെങ്കിൽ എടുക്കാം. എന്തെന്നറിയാമോ, വീഡിയോയിൽ ഇതില്ല. അപ്പം നീ വീഡിയോ എടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ ഫോട്ടോ ഉണ്ടല്ലോ, അതുകൂടെ വീഡിയോയുടെ കൂടെ താഴെ ഫോട്ടോ അതെടുക്കാം. കറക്റ്റേ. ഓ അത് പൊളിച്ച് നോക്കിയോ. തീരാന്ന് എനിക്കറിയാം. കുത്തി ഇല്ലേ ആളുകളെല്ലാം നോക്കുന്നു. ഇത് നിനക്ക് ഇഷ്ടപ്പെടും.